നിർത്തലാക്കിയ 2000 രൂപ കറൻസി നോട്ടുകളിൽ 93% ബാങ്കുകളിൽ തിരിച്ചെത്തിയതായി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2000-ന്റെ നോട്ട് നിരോധനത്തിന് ശേഷം കറൻസിയുടെ 93% ബാങ്കുകളിൽ നിക്ഷേപിക്കുകയോ അതല്ലെങ്കിൽ നോട്ട് മാറിയെടുക്കുകയോ ചെയ്തിട്ടുണ്ട്. ബാങ്കുകളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പ്രകാരം 2023 ഓഗസ്റ്റ് 31 വരെ ബാങ്കുകളിലേക്ക് തിരികെ ലഭിച്ച 2000 രൂപ നോട്ടുകളുടെ ആകെ മൂല്യം 3.32 ലക്ഷം കോടി രൂപയാണ്. ഓഗസ്റ്റ് മാസം അവസാനിക്കുമ്പോൾ പ്രചാരത്തിലുള്ള 2000 രൂപ നോട്ടുകളുടെ മൂല്യം 24,000 കോടി രൂപയായി മാറി. അതായത് ഇതോടെ 2023 മെയ് 19 വരെ പ്രചാരത്തിലുണ്ടായിരുന്ന 2000 രൂപ നോട്ടുകളിൽ 93% ബാങ്കുകളിൽ തിരിച്ചെത്തിയെന്നാണ് RBI പ്രസ്താവനയിൽ പറയുന്നത്. ഇനി നിർത്തലാക്കിയ 2000 രൂപ നോട്ടുകൾ ബാങ്കുകളിൽ തിരിച്ചെത്തിയത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, പ്രധാന ബാങ്കുകളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പ്രകാരം പ്രചാരത്തിൽ നിന്ന് തിരികെ ലഭിച്ച 2000 രൂപ മൂല്യമുള്ള മൊത്തം നോട്ടുകളിൽ 87% നിക്ഷേപ രൂപത്തിലും ബാക്കിയുള്ളത് മറ്റു മൂല്യമുള്ള ബാങ്ക് നോട്ടുകളിലേക്ക് മാറ്റിയതായാണ് വ്യക്തമാകുന്നത്. നമുക്കറിയാം, മെയ് 19-നാണ് 2000 രൂപ നോട്ടുകൾ പ്രചാരത്തിൽ നിന്ന് പിൻവലിക്കുന്നതായി അറിയിച്ചത്. എന്നാൽ മുൻപ് ഒറ്റ രാത്രി കൊണ്ട് 500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ 2016 നവംബറിലെ നോട്ട് നിരോധനത്തിൽ നിന്ന് വ്യത്യസ്തമായി പിൻവലിച്ച 2000 രൂപ നോട്ടുകൾ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ബാങ്കുകളിൽ മാറ്റാനോ സെപ്റ്റംബർ 30 വരെ RBI സമയം നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ 2000 രൂപ നോട്ടുകൾ സെപ്റ്റംബർ 30 വരെ നിയമപരമായ ടെൻഡറായി തുടരുമെന്ന് ചുരുക്കം. ഇനി 7% കൂടിയേ പിൻവലിച്ച 2000 രൂപ നോട്ടുകൾ ബാങ്കുകളിൽ തിരിച്ചെത്താനുള്ളൂ. എന്നാൽ സെപ്റ്റംബർ 30-ന് ശേഷം സ്വകാര്യ കൈകളിലെ 2000 രൂപ നോട്ടുകളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് RBI ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്.